വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊളിച്ചും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള മൺകൂനയും വാഹനയാത്രികരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇരട്ടയാർ വാഴവര റോഡിൽ പച്ചോലിൽപ്പടി ഭാഗത്താണ് വാഹനയാത്രികർക്ക് ഈ അപകടക്കെണി നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടേണ്ട സാഹചര്യവും ഉണ്ടായെന്ന് നാട്ടുകാരുടെയും ബസ് ഡ്രൈവറുടെയും അവസരോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. വാഴവര ഇരട്ടയാർ റോഡിൽ പാച്ചോലിൽപ്പടി ഭാഗത്തു നിന്ന് നാങ്കുതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മാസങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റി ഈ റോഡിനു കുറുകെ പൈപ്പുകൾ സ്ഥാപിച്ചത്. ഇതിനായി ഈ റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നു. തുടർന്ന് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഭാഗം തകർന്നു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. നാങ്കുതൊട്ടി റോഡിൽ നിന്നും കുത്തനെയുള്ള കയറ്റം കയറി വാഴവര റോഡിലേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ ഈ തകർന്ന ഭാഗം വലിയ ബുദ്ധിമുട്ടാണ് വാഹന ഡ്രൈവർമാർക്ക് ഉണ്ടാക്കുന്നത്. സുഗമമായി വാഹനം തിരിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. നിരന്തരം മഴക്കാലത്ത് മുഴുവൻ വെള്ളം ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഒഴുകി കുഴിയിൽ വീണിട്ട് ഭയങ്കരമായിട്ട് ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാം. കാറുകളാണെങ്കിൽ ഒരു കാരണവശാലും കടന്നു പോകത്തില്ല. ആ രീതിയിൽ കിടക്കുകയാണ്. അതിന് കൊടുത്ത് അവിടുത്തെ മണ്ണും എല്ലാം അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഈ വഴിയെ ഇവിടെ വണ്ടി യോഗ്യമല്ലാത്ത രീതിയിലായിരിക്കുകയാണ്. അത് എത്ര ഡ്രൈവിംഗ് പരിചയം കുറഞ്ഞ ആളുകളാണെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടും. ഇത് കൂടാതെ ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് കൂനയായി കിടക്കുകയാണ്. ഇതിനാൽ മതിയായ വീതി ഈ ഭാഗത്തില്ല. ഇതോടെ വലിയ വാഹനങ്ങൾ സുഗമമായി തിരിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കയറി വരുമ്പോൾ ഒരു കാറോ ബസ്സോ ഒക്കെ തിരിഞ്ഞു കയറി പോകാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ്. അതുപോലെ റോഡിന്റെ സൈഡിൽ തന്നെ ടാറിങ്ങിനോട് ചേർന്ന് മണ്ണ് കൂന കിടക്കുകയാണ്. അതുകൊണ്ട് താഴെ നിന്ന് വാഹനങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് കടന്നു പോകാനായിട്ട് വണ്ടി തിരിച്ചു പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് തിരിഞ്ഞു പോകാൻ കഴിയാതെ കിടന്ന സാഹചര്യമുണ്ടായി. നാങ്കുതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു വശം വലിയ കുഴിയാണ്. ഇതിനാൽ വാഹന ഡ്രൈവർ വലിയ ബുദ്ധിമുട്ടിനെ നേരിട്ടു. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ എത്തിയാണ് വാഹനം സുഗമമായി കടത്തിവിട്ടത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡാണ് വാഴവര ഇരട്ടയാർ റോഡ്. ഈ റോഡിന്റെ നവീകരണം ഉടൻ തുടങ്ങും. നിരവധി തവണ റോഡ് അരികിലും മൺകൂനയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ അധികൃതർ മുൻപാകെ പരാതികൾ ബോധിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. റോഡിന്റെ ഈ ഭാഗം കൊത്തിപ്പൊളിച്ച വിഷയത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതരുമായി പ്രദേശത്തെ ജനപ്രതിനിധി അടക്കം ബന്ധപ്പെട്ടെങ്കിലും ഉടൻ ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് പറഞ്ഞതെന്നും പറയുന്നു. എല്ലാ മേഖലയിലും ഇവിടുന്ന് ചെമ്പാപ്പാറ മേഖല, പരപ്പനങ്ങാടി മേഖല, ഇവിടെ എല്ലാം പൊളിച്ചിട്ട് ആളുകളെ വീട്ടിലേക്ക് കയറുന്ന വഴിയും മറ്റെല്ലാം പൊളിച്ചിട്ടൊന്നും കോൺക്രീറ്റ് ചെയ്യാതെ കിടക്കുക. അവിടെ പള്ളിക്കുള്ള സ്കൂളിലെ LP സ്കൂളിൻ്റെ മുറ്റത്തോട്ട് കയറുന്ന വഴി അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ PHCയുടെ സബ് സെൻ്ററും നഴ്സറിയും നടക്കുന്നിടത്ത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ പോയിരിക്കുകയാണ്. റോഡരികിലെ ഓടയും അടച്ചാണ് മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനാൽ ഓടയടഞ്ഞ് മഴവെള്ളമടക്കം റോഡിലൂടെ കയറി ഒഴുകുന്ന സാഹചര്യമാണ്. നിലവിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രദേശത്തെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. അല്ലാത്ത പക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. സിറ്റി വിഷൻ, ഇരട്ടയാർ.